ഹലോ ഫ്രണ്ട്സ്, ഞാൻ മുഹമ്മദ് ഷാഫി. ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത്. ഒരു 3-ാം ക്ലാസ്സുകാരൻ തന്റെ ഉത്തരക്കടലാസിൽ ഈ ഒരു കാര്യം എഴുതി നോക്കുകയാണ്. മന്ത്രി ശിവൻകുട്ടി അടക്കം ആ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഉത്തരക്കടലാസും ഒരു പേരുമുണ്ട്, അഹാൻ അനൂപും. എന്തായാലും ശരി, ആ കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ചോദ്യപേപ്പർ കൊടുത്തിട്ട് കുട്ടിക്ക് അറിയാവുന്ന ഒരു കളിയുടെ പേര് എഴുതുക, അതിനെക്കുറിച്ചുള്ള നിയമാവലി, എങ്ങനെയാണ് ആ കളി നടത്തേണ്ടതെന്നുള്ള എഴുതി വെക്കുക. അതാണ് ആ ഒരു ചോദ്യപേപ്പറിൽ പറയുന്നത്. ആ കുട്ടി എഴുതി വെക്കുന്നുണ്ട് സ്പൂണും നാരങ്ങയും. തനിക്ക് അറിയാവുന്ന കളി സ്പൂണും നാരങ്ങയാണ്, അത് കൃത്യമായിട്ട് എഴുതി വെച്ചു. അതിന്റെ നിയമാവലി: ഒരു സമയം 5 പേർക്ക് ഒരേപോലെ മത്സരിക്കാം എന്നാണ് ആ കുട്ടി പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത്, എല്ലാവരും വായിൽ സ്പൂൺ വെക്കുക, എന്നിട്ട് സ്പൂണിന്റെ മേലെ നാരങ്ങ വെക്കുക. മൂന്നാമതായിട്ട് പറയുന്നത്, അടയാളപ്പെടുത്തിയിരിക്കുന്ന വരിയിൽ നിന്ന് വേണം കളി തുടങ്ങാനായിട്ട്. നാലാമതായിട്ട് പറയുന്നത്, നിലത്ത് വീണാൽ പിന്നെയും എടുത്തു വെച്ച് വേണം നടക്കാനായിട്ട്. 4 പറഞ്ഞു. ഇനി 5-മതായിട്ട് പറയുന്നത്, വരി തെറ്റിയാൽ കളിയിൽ നിന്ന് പുറത്താകും. വരിയിൽ നിന്ന് കൃത്യമായിട്ട് പോകണം, അത് തെറ്റിക്കഴിഞ്ഞാൽ കളിയിൽ നിന്ന് പുറത്താകും. 6-മത് പറയുന്നത്, ഏറ്റവും ലാസ്റ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്: ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത്. ഒരു 3-ാം ക്ലാസ്സായിട്ട് എഴുതി വെക്കുകയാണ് അല്ലെ. ഈ തോറ്റവർക്കും ഇല്ലെങ്കിൽ ജയിച്ചവർക്കും ഒക്കെ വലിയൊരു മോട്ടിവേഷനാണ് കുട്ടി പറയുന്നത് അല്ലെ. ഇന്ന് നിസ്സാര കാര്യത്തിന് പോലും പലരും ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട് അല്ലെ. അങ്ങനൊന്നും അല്ല, ജയിച്ചവർ തോറ്റവരെയും കൂടെ കൈപിടിച്ചുയർത്തി അവരെയും കൂടെ ഒപ്പം നിർത്തി വേണം മുന്നോട്ട് പോകാനെന്നുള്ള ആ വലിയൊരു മോട്ടിവേഷനാണ് കുട്ടി പറയുന്നത്. ഇന്ന് നിസ്സാര കാര്യത്തിന് പോലും ആത്മഹത്യ ചെയ്ത് ഒളിച്ചോടുന്നവരാണ് പലരും. സ്കൂളിൽ തോറ്റവരുണ്ടാവും, പരീക്ഷയിൽ തോറ്റവരുണ്ടാവാം, ഇന്റർവ്യൂവിൽ തോറ്റവരുണ്ടാകും. ഇത്തരത്തിലും നിസ്സാര കാര്യത്തിന് പോലും തങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ ആയിട്ടാണ് കുട്ടി പറയുന്നത്. തോറ്റവരെ ജയിച്ചവർ കളിയാക്കരുത്. ആ ജയിച്ചവർ തോറ്റവരെയും കൂടെ ചേർത്ത് പിടിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ടുള്ള ആ ഒരു വലിയൊരു കാര്യമാണ് കുട്ടി പറയുന്നത് അല്ലെ. എവിടെ നിന്ന് പഠിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം വീട്ടുകാരുടെ ആ ഒരു പറയുന്നത്, ആ പ്രവർത്തികളും അവരെങ്ങനെയാണോ വളർന്നത് അത് കണ്ടിട്ടായിരിക്കും കുട്ടിയെ വളർന്നിട്ടുണ്ടാവുക. അവിടെ നിന്ന് കിട്ടിയതായിരിക്കും അല്ലെ. ഏതായാലും വീട്ടുകാർക്കും കുട്ടിക്കും വലിയൊരു ആശംസകൾ നേരുകയാണ്.